ഹായ് ഹലോ, ChatGPT 5 വന്നിരിക്കുകയാണ്. നമുക്കറിയാം AI ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം തീർക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് കൊണ്ടുവരുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ChatGPT. പഴയ വേർഷൻസ് ആയിട്ടുള്ള ChatGPT 3.5 അതുപോലെ തന്നെ 4 ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ChatGPTൻ്റെ 5 വന്നിരിക്കുകയാണ്. ഓക്കെ, പഴയ വേർഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വേർഷനിൽ അതായത് ChatGPT 5 എന്തെല്ലാം പ്രത്യേകതകൾ വന്നിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അഡീഷണലി ആഡ് ആയിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾഡ് വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുതിയ വേർഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം വളരെ ഡീപ്പായിട്ട്, അതായത് പഴയ മോഡലിനേക്കാൾ വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയാണ് ChatGPT 5 ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലോങ്ങർ ആയിട്ടുള്ള മെമ്മറി പവറും ChatGPT 5 വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ചാറ്റുകൾ ചെയ്യാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി അതിന് ഒരുപാട് കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോകാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ChatGPT 5 വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വോയിസിന്റെ കോൺവെർസേഷൻ ആണെങ്കിലും ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ പാകത്തിലോട്ട് അതിന്റെ ടൊണാലിറ്റി, അതായത് കമ്പ്യൂട്ടർ ടോണൊക്കെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഫീലിൽ തന്നെ നമുക്ക് ആ ഒരു ഇമോഷൻ കണക്ട് ചെയ്യാൻ പാകത്തിന് തന്നെ സംസാരിക്കുന്ന രീതിയിലോട്ടൊക്കെ ChatGPT 5 വന്നിട്ടുണ്ട്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഇമേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റായിട്ട് ബന്ധപ്പെട്ട് വളരെ ക്വിക്കായിട്ട് തന്നെ കുറച്ചും കൂടെ, അതായത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ഒന്നും കൂടെ സ്പീഡായി പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന് നമുക്ക് നമ്മുടെ ചിന്തകൾക്കൊത്ത് ട്രാവൽ ചെയ്യാൻ പാകത്തിലോട്ട് ഇപ്പോൾ ChatGPT 5 അവർ അത്തരത്തിലുള്ള ഇൻപുട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഴയ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അതിന് വളരെ ലോജിക്കലി ഒരു മനുഷ്യൻ എങ്ങനെ തിങ്ക് ചെയ്യുന്നോ അത്തരത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലും അതിൻ്റെ നെഗറ്റീവ്സ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ നമുക്ക് തരാൻ പാകത്തിലോട്ട് ഈ ഒരു ChatGPT 5 വേർഷനിലോട്ട് വന്നപ്പം അതിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൾട്ടി മോഡൽ എബിലിറ്റി കൂടുതൽ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഒരു ടെക്സ്റ്റ്, ഇമേജും അതുപോലെ തന്നെ വോയിസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് പ്രോസസ്സ് ആവാനും ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോട്ടൊന്ന് കൺവേർട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരേ സമയം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാകത്തിനോട് ChatGPT ഡെവലപ്പ് ആയിട്ടുണ്ട്. അതും നമ്മളുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മൾ മലയാളം, തമിഴ്, റീജിയണലായിട്ടുള്ള നമ്മുടെ ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റോബോട്ടിക് ഫീലും ഈ പറഞ്ഞ രീതിയിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കുന്ന ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, നമ്മളൊരു മലയാളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് കൂട്ടുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളെ റീജിയണൽ ലാംഗ്വേജ് വരെ വളരെ വൃത്തിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും പോയംസ്, അതുപോലെ തന്നെ ഒരു പാട്ടിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും നമുക്കറിയാം ഇപ്പോൾ വേൾഡിലുള്ള പല മ്യൂസിഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ കമ്പോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരെ ChatGPT ആയിട്ട് ബന്ധപ്പെട്ട് അവർ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയി മാറുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഏരിയ ആണത്. അത്തരത്തിൽ കോഡിങ്ങുകളായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാമിംഗായി ബന്ധപ്പെട്ടും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് വളരെ സ്പീഡിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയ കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട് മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഇപ്പം നമുക്ക് ChatGPT തരുന്നുണ്ട്. പിന്നീട് തോന്നിയിട്ടുള്ള കാര്യം, ഒരു വലിയ ഡോക്യുമെൻ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ എത്ര വലിയ ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡായിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിലുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് പോയിന്റ് ചെയ്ത് തരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം നമ്മുടെ എത്രയോ മണിക്കൂറുകളാണ് നമുക്ക് ഈ ഒരു അനലൈസിങ് കാരണം, ഈ ഒരു സ്പീഡ് കാരണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. പിന്നെ ChatGPT 5 പ്രധാനമായിട്ട് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു കാര്യം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് തരും. എന്ന് വെച്ചാൽ അതിലെ പോസിറ്റീവ്സ്, അതിൽ നെഗറ്റീവ്സ് എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന രീതി, പോകുന്ന ട്രാക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ, നമ്മൾ ഏത് പോയിന്റിലാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് മാറ്റേണ്ടത്, അത്തരത്തിൽ വളരെ കൃത്യമായിട്ട്, അതായത് നമുക്ക് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യുന്നു എന്നത് ChatGPT 5 എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേഷനാണ്. അതായത് ChatGPT 5 ഒരു യൂണിഫൈഡ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാനും അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങിയിട്ട് ChatGPT നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാ AI പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഈ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞ കാര്യം. ChatGPT ആയിട്ട് ബന്ധപ്പെട്ടും ഹാലുസിനേഷൻ
പല കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ മുഴുവനായിട്ടും ഹാലുസിനേഷൻ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ അതിന് ഒരു പരിധി വരെ ഹാലുസിനേഷൻ ഉണ്ടാവില്ല എന്നാണ് ChatGPT 5 പറയുന്നത്. നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ChatGPT 5 പറയുന്നത്. അത് എപ്പോഴും കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ബ്രെയിനായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലോട്ടാണ് ഇവരുടെ എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഹാലുസിനേഷൻ കുറവുണ്ടാവുമെന്നാണ് ChatGPT 5 പറയുന്നത്. ChatGPT ഓപ്പൺ ചെയ്ത് നമ്മൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ChatGPT 5 അതർ മോഡൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതർ മോഡൽസിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ChatGPT 5 തിങ്കിങ്ങും അതുപോലെ തന്നെ ChatGPT 5 Pro എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം കിട്ടുന്ന പ്ലാനാണ്. പിന്നെ നമ്മൾ ഈ സെർച്ചിൽ വന്നിട്ട് അതിൻ്റെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, ഏജന്റ് മോഡ് കാണാം, ഡീപ്പ് റിസർച്ച് മോഡ് കാണാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള മോഡ് കാണാം, തിങ്ക് ലോങ്ങർ എന്ന് പറഞ്ഞ മോഡ് കാണാം. അത്തരത്തിൽ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വേണ്ടിയിട്ട് നമുക്ക് സെർച്ചിൽ പോയിട്ട് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് വിത്ത് എ വെരി ഡീപ്പ് കോഡിംഗ് സിസ്റ്റം വിത്ത് hacker protection included. Okay, please give me in very detailed form. My platform is e-commerce. I need coding also. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൻ്റെ കോഡിങ്ങും കാര്യങ്ങൾ, അതിൻ്റെ മെത്തേഡുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കതിൻ്റെ കോഡിങ്സിൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പഴയ വേർഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോഡിങ്ങുകളൊക്കെ വളരെ സ്പീഡിൽ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തരുന്നുണ്ട് എന്നത് തന്നെയാണ് ChatGPT 5 കോഡിങ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകത. ഇനി നമുക്ക് കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഐ വാണ്ട് ടു ക്രിയേറ്റ് എ ഗെയിം ത്രൂ HTML. It's a car racing game. I want to be a very powerful. Please give me the details to create that game, including the coding. ഓക്കെ, ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. പ്രോംപ്റ്റ് കൊടുത്ത് എൻ്റർ അടിച്ചതിന് ശേഷം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. വളരെ ക്വിക്കായിട്ട് വേണമെന്നുണ്ട് നമുക്ക് ക്വിക്കായിട്ടുള്ള ആൻസറിൽ ഇതിൽ കൊടുക്കാം, ക്ലിക്ക് ചെയ്യാം, നമുക്കത് കൊടുക്കാം. ഓക്കെ, നോക്കൂ, ആദ്യം തന്നെ കറക്റ്റ് വൃത്തിയിൽ തന്നെ കാര്യങ്ങൾ കോഡിങ്സ് വളരെ വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ സ്പീഡിൽ തന്നെയാണ് നമുക്ക് കോഡിങ്സ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. കോഡിങ്സ് മാത്രമല്ല, അതിൻ്റെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന് ഡീറ്റെയിൽ ഒന്നുകൂടെ പറഞ്ഞു തരാമോ? അത്തരത്തിൽ നമ്മളെ സംശയം മാറുന്നത് വരെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചോദിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ChatGPT 5 നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏകദേശ പാറ്റേൺ എന്തായിരിക്കും, നമ്മുടെ ചിന്താരീതി എന്തായിരിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരവും നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചില വരികൾ കിട്ടാതെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാ വരികളും, ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള വരികളെല്ലാം ChatGPT കൊടുത്തിട്ട് അതിനെ ഫുൾ വേഷം വാങ്ങാറുണ്ട് എന്ന്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ട്രൈയും കൂടെ നോക്കാം. എങ്ങനെയാണ് വരികൾ, അതായത് ഒരു പാട്ടിലേക്കുള്ള വരികൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം, അതിനുവേണ്ടി നമ്മൾ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഐ വാണ്ട് ലിറിക്സ് ഫോർ എ മലയാളം സോങ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് മലയാളത്തിൽ തന്നെ നമുക്ക് ലിറിക്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ പല്ലവി വന്നിട്ടുണ്ട്, അനുപല്ലവി വന്നിട്ടുണ്ട്, ചരണങ്ങൾ വന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ വരികൾ തന്നിട്ടുണ്ട്. നമുക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റീജനറേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വരികൾ ജനറേറ്റ് ചെയ്ത് കിട്ടും. തൃപ്തിയാവുന്നവരെ നമുക്കിതിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളായിരിക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ChatGPT വളരെ രസകരമായിട്ട് ChatGPT 5 ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് സെക്ടറായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളൊരു രോഗമായിട്ട് ബന്ധപ്പെട്ടാണിക്കോട്ടെ, അത്തരത്തിൽ ഹെൽത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ChatGPT 5 സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളായിരിക്കുന്ന ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ChatGPT ഉപയോഗിക്കുക. ഓക്കെ, എല്ലാ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും ChatGPT 5 വന്നിട്ടുണ്ട്. ഒരു ഇമേജ് ജനറേഷൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഒരു വോയിസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, എല്ലാ ഫോർമാറ്റിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, ഇതിൽ ChatGPT 5 ലോഞ്ചിന് സമയത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ChatGPT 5 ഒരു അസിസ്റ്റൻ്റായി കാണാതെ ഒരു പാർട്ട്ണറായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പവർ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ സൃഷ്ടികളായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും നമുക്ക് വ്യക്തമായിട്ടൊരു പാർട്ട്ണർ എന്ന രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിവുകൾ നേടാനും ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് OpenAI പ്രൊവൈഡ് ചെയ്യുന്ന ChatGPT 5 പ്ലാറ്റ്ഫോം പറയുന്നത്.
അപ്പം അത്തരത്തിൽ നമ്മൾ നമ്മുടെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുക. അതിലൂടെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.